Welcome to English Mastery Hub. Hello everyone, welcome back to our channel. Today we are diving into a super important topic in English grammar, subject verb rule. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ്. സോ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എന്താണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്? സബ്ജക്റ്റ് വേർബ് റൂൾ. ഒരുപാട് പേർക്ക് സംശയമുള്ള ഒരു ഭാഗമാണിത്. പക്ഷെ വിഷമിക്കേണ്ട, നമ്മളിത് വളരെ എളുപ്പത്തിൽ മലയാളം ഉദാഹരണങ്ങളോടെ വിശദീകരിക്കും. നമ്മുടെ ഈ 10 മിനിറ്റ് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ലെറ്റ് us സ്റ്റാർട്ട്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് വ്യാകരണത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായതും എന്നാൽ 90% ആളുകൾക്കും തെറ്റുപറ്റുന്നതുമായ ഒരു വിഷയമാണ്. അതായത് സബ്ജക്റ്റ് വേർബ് റൂൾ. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കർത്താവ് എന്നാണ് അതിന് പറയുക. ക്രിയ എന്ന് പറഞ്ഞാൽ വേർബ്. ഓക്കെ, അഥവാ കർത്താവും ക്രിയയും തമ്മിലുള്ള യോജിപ്പ് സബ്ജക്റ്റ് വേർബ് റൂൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരത്തിൻ്റെ ശൈലി മാറും, കേൾക്കുന്നവർക്കത് കൂടുതൽ സ്വാഭാവികമായി തോന്നും, പിന്നെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട്. ഇന്നത്തെ ഈ ക്ലാസ് നമുക്കിപ്പോൾ തുടങ്ങാം അല്ലേ? എന്താണ് ഈ സബ്ജക്റ്റ് റൂൾ നിയമം? ഇത് വളരെ ലളിതമാണ്. ഒരു ഗെയിം പോലെ ഒരു വാക്യത്തിലെ കർത്താവ്, സബ്ജക്റ്റ്, ക്രിയ, വേർബ് എണ്ണത്തിൽ യോജിച്ചു പോകണം. ഇതാണ് ഇതിൻ്റെ മെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കർത്താവ് ഒറ്റയാണെങ്കിൽ അല്ലെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ക്രിയയും ഒറ്റയായിരിക്കണം, സിംഗുലർ ആയിരിക്കണം. കർത്താവ് പലതാണെങ്കിൽ പ്ലൂറൽ, ക്രിയയും പലതായിരിക്കണം, ഒന്നിൽ കൂടുതലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ക്രിയ എന്ന് പറയുന്നത് വേർബാണ്, കർത്താവ് എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഓക്കെ, ഇത് രണ്ടാണ് ഇതിലെ മെയിൻ റോൾസുള്ള കാര്യങ്ങൾ. ഇവർ രണ്ടുപേരാണ് മെയിൻ റോളുള്ള ആൾക്കാർ. ഓക്കെ, നമുക്കിതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ഹീറോ, ഒരാൾ ഹീറോയിനായിട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് ഇവർ യോജിച്ച് പോകണം, എന്നാൽ മാത്രമേ അത് സെൻറ്റൻസ് ക്ലിയർ ആയിട്ട് വരാൻ പാടുള്ളൂ. നമുക്കത് നന്നായി ഒരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് കൃത്യമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷിൽ സാധാരണയായി സിംഗുലർ വേർബിന് യെസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കാറുണ്ട്. എന്താണ്? യെസ് അല്ലെങ്കിൽ ഇ എസ്, സിംഗുലറിന് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഹീ എന്ന് പറയുന്നത് സബ്ജക്റ്റാണ്. ഹീ, അവൻ ഓടുന്നു. അപ്പോൾ ഹീ റൺസ്, എസ് എന്നുള്ള റണ്ണിൻ്റെ കൂടെ എസ് എന്ന് ചേർത്തു. ഓക്കെ, ഷീ ഗോസ്, ഇ എസ് എന്ന് ചേർത്തു. ഗോൻ്റെ കൂടെ ഇ എസ് എന്ന് ചേർത്തു. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഹീ ആൻഡ് ഷീ ഇവരൊക്കെ സിംഗുലറാണ് അല്ലേ? അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ സിംഗുലർ സബ്ജക്റ്റാണത്. ഓക്കെ, സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കണം. എന്നാൽ പ്ലൂറൽ വെർബിന് എസ് ചേർക്കാറില്ല. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ടിപ്പാണ്. ഓക്കെ, ഇതെപ്പോഴും മനസ്സിലാക്കി ഓർത്തൊരു ഗോൾഡൻ റൂളാണിത്. ഓക്കെ, ഇത് മനസ്സിലാക്കി വെക്കുക, എഴുതി വെക്കുക. നിങ്ങൾക്ക് എപ്പോഴും ഉപയോഗപ്രദമാകുന്ന ഒരു കാര്യമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ. പിന്നെ നമ്മൾ ഈ എസ് നിയമം എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഇതിന് എസ് നിയമം എന്നാണ് പറയാറ്. ഇത് എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം. ഓക്കെ, ഇത് നിങ്ങളൊരു ഗെയിം പോലെയാണ് എടുക്കേണ്ടത്, അല്ലാതെ വലിയൊരു ഗ്രാമറായിട്ടൊന്നും ഇതിനെ കാണേണ്ട ആവശ്യമില്ല. In English, singular verbs usually add s or es. He runs, she goes. ഇതൊക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരിക. ബട്ട് പ്ലൂറൽ verbs usually do not add s. Okay, they run, we go, അവർ പോയി, നമ്മൾ പോകുന്നു. ഇതൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എസ്സോ ഇ എസ്സോ ചേർക്കുന്നില്ല. ദിസ് ഇസ് എ കീ ഹിൻറ്റ്. ഇത് നിങ്ങളൊരു കീ ഹിൻ്റായിട്ടാണ് കണക്കൂട്ടുന്നത്, ഒരു ഗോൾഡൻ റൂളായിട്ടാണ്. അല്ലെങ്കിൽ കീപ് ദിസ് ഇസ് ആസ് എസ് റൂൾ ഇൻ യുവർ മൈൻഡ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സാധാരണ വരുത്തുന്ന മിസ്റ്റേക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ എപ്പോഴും സാധാരണയായിട്ട് ഈ റൂളിൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് കോമൺ മിസ്റ്റേക്സ് ആണ്. നിങ്ങളെപ്പോഴും നോട്ടീസ് ചെയ്യാതെ പോകുന്നൊരു മിസ്റ്റേക്ക്. ഇത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ സെൻറ്റൻസ് ഈ സബ്ജക്റ്റ് വേർബ് റൂള് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ സാധാരണയായി വരുത്തുന്ന ചില തെറ്റുകളെന്ന് നോക്കാം. നിങ്ങൾക്കിത് സംഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അപ്പോൾ ഞാൻ 4-5 സെൻറ്റൻസ് ഇവിടെ വായിക്കാം. അതിൽ നിങ്ങൾക്ക് മിസ്റ്റേക്സ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കുക. ഹീ ഗോ ടു സ്കൂൾ, ഹീ ഗോസ് ടു സ്കൂൾ. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റെന്ന് പറയണം. ഓക്കെ, ഹീ എന്ന് പറഞ്ഞാൽ സിംഗുലറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ ഇ എസ് അല്ലെങ്കിൽ എസ് ചേർക്കണം. ഓക്കെ, അപ്പോൾ ഹീ ഗോസ് ടു സ്കൂൾ, അതാണ് ശരിയായ രീതി. ഓക്കെ, അപ്പോൾ അതുപോലെ ദേ ഈസ് ഹാപ്പി എന്ന് പറയുന്നത് പലരും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ദേ എന്ന് പറയുന്നത് എന്താണ്? പ്ലൂറലാണ് അല്ലേ? ഒറ്റയല്ല, സിംഗുലർ അല്ല, പ്ലൂറലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അതെപ്പോഴും എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ അത്
ഒറ്റയ്ക്കുള്ളതല്ല, പലരാണെന്നുള്ളത് മനസ്സിലാണ് അല്ലേ. അപ്പോൾ ദേ ആർ ഹാപ്പി. ഈ ഈസ് ആർ വാസ് എന്നുള്ളത് ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ് സിംഗുലർ പ്ലൂറൽ ആണോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ച് വേണം നമ്മൾ ബാക്കിയുള്ള നെക്സ്റ്റ് വേർബിൻ്റെ കാര്യങ്ങൾ ഡിസൈഡ് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, ദ സ്റ്റുഡൻറ്റ് റീഡ് ബുക്സ്. ഓക്കെ, ദ സ്റ്റുഡൻ്റ് എന്നാണ് സബ്ജക്റ്റിൽ വന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. സിംഗുലാറാണ്. ദ സ്റ്റുഡൻറ്റ് റീഡ് ബുക്സ്. അപ്പോൾ സ്റ്റുഡൻറ്റ് റീഡ്സ് ബുക്സ്. ഇത് 2 സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിലേതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് പറയുക. രണ്ടാമത്തേതാണ് അല്ലേ. ദ സ്റ്റുഡൻറ്റ് റീഡ്സ് ബുക്സ്. എന്താണ്? സിംഗുലാറിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കണം. അങ്ങനെയാണ് ഇത് കറക്റ്റായി. ദ സ്റ്റുഡൻറ്റ് റീഡ്സ് ബുക്സ്. ഇതാണ് ശരിയായ സെൻറ്റൻസ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞത് ഒപ്പം നിങ്ങൾ പറഞ്ഞു പഠിക്കാനും ശ്രമിക്കുക. ഓരോ വാക്യവും നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുക. ഇത് നിങ്ങളുടെ സംസാരത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ മിസ്റ്റേക്സിന് എടുത്ത് കാണിക്കുക. പിന്നെ സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒറ്റ കർത്താവാണ്. ദ ക്യാറ്റ് സ്ലീപ്സ് ഓൾ ഡേ. പൂച്ച ദിവസവും മുഴുവൻ ഉറങ്ങുന്നു. ക്യാറ്റിൻ്റെ കൂടെ എന്തിട്ട് നമ്മളവിടെ വേർബ് വരുമ്പോൾ ദ ക്യാറ്റ് ഈസ് സിംഗുലർ, വേർബിൻ്റെ കൂടെ എസ് ഇട്ടു. സ്ലീപ്സ്. ഓക്കെ, എസ് റൂൾ ഡോണ്ട് ഫർഗെറ്റ്. ഓക്കെ, ഓൾവേസ് റിമെമ്പർ എസ് റൂൾ. If it's a singular, yes rule, you must remember always. Okay, അത് ഓർത്തിരിക്കുക. അവിടെ ഒരു കൺഫ്യൂഷനും വേണ്ട. എസ് അല്ലെങ്കിൽ ഇ എസ്. ഓക്കെ, പ്ലൂറൽ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വിചാരിച്ചാൽ മതി. ഓക്കെ, മൈ ഫ്രണ്ട് ലീവ്സ് ഇൻ കൊച്ചി. കണ്ടോ, മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒരാളാണ്. ഓക്കെ, അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ കൊച്ചിയിൽ താമസിക്കുന്നു. അപ്പോൾ ലീവിൻ്റെ കൂടെ എന്തിട്ടു? എസ്സും കൂടി ഇട്ടു. ഓക്കെ, ഷീ സ്റ്റഡീസ് ഹാർഡ് ഫോർ എക്സാം. സ്റ്റഡീസ് ഷീ വന്നപ്പം ഇ എസ് വന്നു. അവൾ പരീക്ഷകൾക്ക് വേണ്ടി കഠിനമായി പഠിക്കുന്നു. ദ കാർ നീഡ്സ് റിപ്പയർ. കാറിന് റിപ്പയർ ആവശ്യമുണ്ട്. എസ് ഇട്ടത് കണ്ടോ, വേർബിൻ്റെ ചേഞ്ച് കണ്ടോ. ഓക്കെ, ഹീ പ്ലേസ് ഫുട്ബോൾ വെരി വെൽ. അവൻ നന്നായി ഫുട്ബോൾ കളിക്കുന്നു. പ്ലേ എന്നുള്ളതിൻ്റെ കൂടെ എസ് ഇട്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഇത് സിംഗുലർ ആയതുകൊണ്ടാണ് നമ്മൾ ഹീയുടെ കൂടെ പ്ലേസ് നിന്ന് വന്നത്. ഓക്കെ, ഇപ്പോൾ ദേ ആണെങ്കിൽ ദേ പ്ലേ. ഓക്കെ, ദേ പ്ലേ അത്രേ വരത്തുള്ളൂ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം. ദ വാട്ടർ ഫ്ലോസ് ക്വിക്ക്ലി. ഓക്കെ, ഇവിടെ കണ്ടോ, ദ വാട്ടർ വെള്ളം വേഗത്തിൽ ഒഴുകുന്നു. മൈ സിസ്റ്റർ സിങ്സ് ബ്യൂട്ടിഫുള്ളി. എൻ്റെ സഹോദരി മനോഹരമായി പാടുന്നു. സിങ്സ്. മൈ സിസ്റ്റർ ഇസ് എ സബ്ജക്റ്റ്, സിങ്സ് ഇസ് എ വെർബ്. കണ്ടോ ചേഞ്ചസ്. ദ കമ്പനി ഗ്രോസ് റാപ്പിഡ്ലി. കമ്പനി അതിവേഗം വളരുന്നു. ദ കമ്പനി ഗ്രോസ്. കണ്ടോ, സബ്ജക്റ്റ് വേർബിൻ്റെ ചേഞ്ചസ് മനസ്സിലാക്കുക. ഹാപ്പിനെസ് കംസ് ഫ്രം വിത്തിൻ. സന്തോഷം ഉള്ളിൽ നിന്നാണ് വരുന്നത്. പിന്നെ നമുക്കിനി മനസ്സിലാക്കേണ്ടത് പ്ലൂറൽ സബ്ജക്റ്റിൽ വരുന്ന ചേഞ്ചസ് എന്താണ്. പലതായിട്ട് പല കർത്താവിൽ ഒന്നിലധികമുള്ളത് അതാണ് പറയുക. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ദ ക്യാറ്റ്സ് സ്ലീപ്പ് ഓൾ ഡേ. ക്യാറ്റ്സ് എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ ആണ് അല്ലേ, ഒന്നിൽ കൂടുതലാണ്. അപ്പോൾ അത് ക്യാറ്റ്സ് എന്ന് പറയും. ദ ക്യാറ്റ്സ് അല്ലേ. സ്ലീപ്പ്, അവിടെ നമ്മൾ എസ്ഒ ഇ എസ്ഒ ഒന്നും ചേർത്തിട്ടില്ല. സ്ലീപ്പ്. ഇപ്പോൾ പ്ലൂറലിൻ്റെ കൂടെ എസ്ഒ ഇ എസ്ഒ ഒന്നും ചേർക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ പ്രത്യേകത. അത് മനസ്സിലാക്കി വെക്കുക. ദ ക്യാറ്റ്സ് സ്ലീപ്പ് ഓൾ ഡേ. നെക്സ്റ്റ് എക്സാമ്പിൾ, മൈ ഫ്രണ്ട്സ് ലിവ് ഇൻ കൊച്ചി. മനസ്സിലായല്ലോ, മൈ ഫ്രണ്ട്സ് എത്രയുണ്ട്? ഒന്നിൽ കൂടുതലല്ലേ. അപ്പോൾ മൈ ഫ്രണ്ട്സ് ലിവ് ഇൻ കൊച്ചി. ദേ സ്റ്റഡി ഹാർഡ് ഫോർ എക്സാംസ്. ദേ മോർ ദാൻ വൺ ആണല്ലോ. ദേ സ്റ്റഡി. ഓക്കെ, വേർബിലുള്ള ചേഞ്ചസ് ശ്രദ്ധിക്കൂ. ദേ സ്റ്റഡി ഹാർഡ് ഫോർ എക്സാംസ്. ദ കാർസ് നീഡ് റിപ്പയർ. ദ കാർസ് മോർ ദാൻ വൺ അല്ലേ, ഒന്നിൽ കൂടുതലാണ്. നീഡിൽ ഒരു ചേഞ്ചസും ഇല്ല. ആസ് ഇറ്റ് ഈസ്. റിപ്പയർ. ദ കാർസ് നീഡ് റിപ്പയർ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിൽ തന്നെയുള്ള കുറച്ചും കൂടി ടഫായിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. വി പ്ലേ ഫുട്ബോൾ വെൽ. ഓക്കെ, വി എന്ന് പറയുമ്പോൾ നമ്മൾ. പ്ലേയിൽ യാതൊരു ചേഞ്ചസും ഇല്ല. നമ്മൾ നന്നായി ഫുട്ബോൾ കളിക്കുന്നു. വി പ്ലേ ഫുട്ബോൾ വെൽ. ദ റിവേഴ്സ് ഫ്ലോ ക്വിക്കലി. നദികൾ വേഗത്തിൽ ഒഴുകുന്നു. ദ റിവേഴ്സ്, നദികൾ. ഫ്ലോ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ? ഇല്ല. ദ റിവേഴ്സ് എന്ന് പറയുമ്പോൾ വെർബ് ആസ് ഇറ്റ് ഈസ് അങ്ങനെ കൊടുത്താൽ മതി.
ഒരു ചേഞ്ചസ് ഇല്ല. സിംഗുലറിലാണ് ചേഞ്ചസ് വരുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. മൈ സിസ്റ്റേഴ്സ് മോർ ദാൻ വൺ. മൈ സിസ്റ്റേഴ്സ് സിംഗ് ബ്യൂട്ടിഫുള്ളി. എൻ്റെ സഹോദരിമാർ മനോഹരമായി പാടുന്നു. മനസ്സിലായല്ലോ അവിടെയുള്ള ചേഞ്ചസ് എന്താണ്, എവിടെയാണ് വെർബിൽ മാറ്റം വന്നിരിക്കുന്നത്, എന്ത് മാറ്റമാണുള്ളത്? ഒരു മാറ്റവും ഇല്ല അല്ലേ. മൈ സിസ്റ്റേഴ്സ് എന്ന് വരുമ്പോൾ സിംഗ്. ഓക്കെ, ഇപ്പോൾ മൈ സിസ്റ്റർ ആണെങ്കിൽ സിങ്സ്. മനസ്സിലായല്ലോ. അതാണ് സിംഗുലറും പ്ലൂറലും തമ്മിലുള്ള വ്യത്യാസം. ദ കമ്പനീസ് ഗ്രോ റാപ്പിഡ്ലി. കമ്പനീസ് മോർ ദാൻ വൺ അല്ലേ. അപ്പോൾ നമ്മൾ ഇത് ഗ്രോ, ഒരു കമ്പനി മാത്രമാണെങ്കിൽ കമ്പനി ഗ്രോസ് എന്നാവും. കമ്പനീസ് ഗ്രോ റാപ്പിഡ്ലി. ഓക്കെ, മനസ്സിലായല്ലോ. കുറച്ച് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ സെൻറ്റൻസാണ്. ഓക്കെ, നമുക്കിങ്ങനെ പഠിച്ച് വേണം നമ്മൾ ഈ സെൻറ്റൻസ് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് അസ്. ടേക്ക് കെയർ. ഹാവ് എ ഗുഡ് ഡേ.